നിപ്പയിൽ മലപ്പുറത്തിന് ആശ്വാസമേകി പരിശോധനാ ഫലങ്ങൾ. രോഗലക്ഷണമുണ്ടായിരുന്നവർ ഉൾപ്പെടെ 16 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. അതേസമയം എംപോക്സ് രോഗലക്ഷണങ്ങളോടെ ദുബായിൽ നിന്നെത്തിയ ഒതായി സ്വദേശി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയാണ്. പരിശോധനാ ഫലം ഉടൻ പുറത്തുവരും. നിപ്പ ബാധിച്ചു മരിച്ച 23-കാരന്റെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട 3 പേരുടെ പരിശോധനാ ഫലങ്ങളാണ് പുതുതായി നെഗറ്റീവായത്. ഇതോടെ പരിശോധിച്ച 16 പേരുടെ പരിശോധനാ ഫലങ്ങളും ജില്ലയ്ക്ക് ആശ്വാസമായി. ജില്ലയിൽ 80 പേർ കൂടി പുതുതായി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതോടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം 255ആയി. 50 പേർ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ടവരാണ്. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വ്യക്തമാക്കി. 13 സാമ്പിളുകൾ പരിശോധിച്ചത് നെഗറ്റീവാണ്. അതിനുശേഷം ഇന്ന് ഇത് സംബന്ധിച്ച് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഒരു രോഗവ്യാപനമില്ല എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. നിപ്പ ആശങ്ക ഒഴിയുന്നതിനിടെയാണ് ദുബായിൽ നിന്നെത്തിയ എടവണ്ണ ഒതായി സ്വദേശിയെ എംപോക്സ് രോഗലക്ഷണങ്ങളോടെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പനിയും തൊലിപ്പുറത്ത് ചിക്കൻ പോക്സിന് സമാനമായ കുമ്മലുകളുമായാണ് യുവാവ് ചികിത്സ തേടിയത്. യുവാവിന്റെ സ്രവ പരിശോധനയ്ക്കായി സാമ്പിൾ കോഴിക്കോട് വൈറോളജി ലാബിലേക്ക് അയച്ചിരുന്നു. യുവാവിനൊപ്പം യാത്ര ചെയ്തവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും ഫലം പോസിറ്റീവായാൽ ഇവരെ നിരീക്ഷണത്തിലാക്കുമെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞു. ആരൊക്കെയാണ് യാത്രക്കാർ എന്നൊക്കെ ഉള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് പോസിറ്റീവാണെന്ന് കണ്ടെത്തിയാൽ അവരെ ഇൻഫോം ചെയ്യുകയും മുൻകരുതലെടുക്കുന്നതിന് പ്രേരിപ്പിക്കുകയും ചെയ്യും. എംപോക്സ് പരിശോധനാ ഫലം അല്പസമയത്തിനകം തന്നെ ലഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. റിപ്പോർട്ടർ മലപ്പുറം.